ഹായ് നമസ്കാരം, എല്ലാവർക്കും മനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു കോളിഫ്ലവർ മസാല കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ മസാല കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ ചെറിയ ചൂടുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം എടുക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്, ചെറിയ ചൂടുള്ള വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവറിൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറുതായിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്, ഇച്ചിരി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഈ വെള്ളമൊക്കെ കളഞ്ഞ് വേറെ വെള്ളത്തിൽ 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി നമുക്ക് കുറച്ച് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം 2 മീഡിയം സൈസുള്ള സവോള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തീ കൂട്ടിയിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കളർ മാറിയപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ചിട്ടേക്കണേ, കരിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മറ്റൊരു പാൻ നമുക്കൊന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പം ഓണിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബാക്കിയുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. 10 മിനിറ്റ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ വെച്ച ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള കോളിഫ്ലവറാണ് കേട്ടോ. നമുക്കിത് ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലായി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് കോളിഫ്ലവർ കറി വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോവാണ്ട് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ കിട്ടും. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമുക്ക് അറിയാം കോളിഫ്ലവർ വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ സൈഡൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയും ആയാൽ മതി, കുറേ സമയമായിട്ട് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട. ഇനി നമുക്കിതേ പാനിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറവുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4-5 വലിയ അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറി അതിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഏകദേശം ഒരു 10-30 സെക്കൻഡ് സമയം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളിയാണ് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി വരണം. തക്കാളിയുടെ ഈർപ്പമൊക്കെ നന്നായിട്ട് വറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ തീ ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറേ സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ എരിവൊക്കെ നിങ്ങളൊന്ന് ക്രമീകരിക്കണം കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 മുതൽ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ കൂട്ടിയിട്ട് പൊടികൾ കരിഞ്ഞു പോകരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഏകദേശം ഒരു 30-40 സെക്കൻഡ് സമയം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലായിട്ടൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് ഒഴിച്ചാൽ മതി. ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. വെള്ളം അല്ലെങ്കിൽ എണ്ണ ഒഴിക്കണം, അപ്പം നല്ലത് വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് സവോള അരച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ 2 മീഡിയം സൈസുള്ള സവോള നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം ഗ്രേവി നിങ്ങൾക്ക് വേണം അതനുസരിച്ചിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം.
ഈ ഒരു കറി നമ്മൾ അധികം ഗ്രേവിയിലല്ല വയ്ക്കുന്നത്, ഒന്ന് പെരണ്ടിരിക്കുന്ന ഒരു പരുവത്തിൽ കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കി. അപ്പം വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1-1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് നമ്മളെടുത്തിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൊത്തത്തിലൊന്ന് തിളച്ച് വന്നോട്ടെ, അതുവരെ തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ മൊത്തം ഒന്ന് തിളച്ച് വരുമ്പം തീ ഒരു ലോ മീഡിയത്തിലേക്ക് മാറ്റി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു ലോ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കാനെടുത്ത് കുറച്ച് ചേർത്താൽ മതി. ഈ സമയത്ത് നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആ ഒരു മസാലയുടെ ടേസ്റ്റും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കോളിഫ്ലവർ മസാല കറി തയ്യാറാണ്. നന്നായിട്ട് വെന്ത് ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കിയിട്ടു. ഇതിവിടെ ഇപ്പോഴും തന്നെ സെർവ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഈ ഒരു മസാലയൊക്കെ പിടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇരിക്കുന്തോറും ഇത് നല്ല തിക്കായിട്ട് വരികയും ചെയ്യും, നല്ല അതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ രുചിയും കൂടും. നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും എപ്പോഴും ആ മസാലയൊക്കെ പിടിച്ച് അതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.